അപ്പൊ നമ്മളന്ന് പയറോടിയിട്ട് പോയിന് പൊടിച്ചിനെ നോക്കട്ടെ. ഇവനും കുറച്ച് ഓടിന് ഏതാ പൊടിച്ചു നോക്കണ്ട. അന്റെ അടുത്ത് ആട മാത്രം പണിക്ക് അത് നോക്കാനായിട്ട് പോവുകയും ചെയ്തു. നടക്കാൻ പോയി നോക്കാം എന്തായാലും. ഇങ്ങനെ ഭാഗമൊന്നും പൊടിച്ചിട്ട് കാണുന്നില്ലല്ലോ. അപ്പുറം ഞാൻ മമ്പയറോടി ശരിക്കും പൊടിച്ചിട്ടുണ്ട് കേട്ടാ. ഞാനും മുമ്പേറിനെ ഓടിയിരുന്നു. അല്ല ചെറിയതാ ഇടിയല്ലേ ഓടിന്. നീ ചാടിയത് കൃത്യമായിട്ടാ ഞാൻ നോക്കി ഏട്ടാ സക്സസ്ഫുൾ സൺസെറ്റ് നമ്മളെ കണ്ടെത്തുന്ന ഈ വയലും ഈ നാട്ടിന്റെ ഓരോ മുക്കും മൂലയും നമ്മളെ ജീവിതത്തിന്റെ അല്ലേ ചേച്ചി ഭാഗമാണ്. ഓരോ സ്ഥലങ്ങളും നമ്മൾ ഓടിക്കളിച്ച ചെറുപ്പത്തിലേ ഓടിക്കളിച്ച സ്ഥലം ഗ്രൗണ്ടായാലും കണ്ടായാലും. പിന്നെ എല്ലാരും ഇവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോഴും നമ്മളും കളിക്കലുണ്ട്. ക്രിക്കറ്റ് ബോളെല്ലാം എറിഞ്ഞിട്ട് കളിക്കെല്ലാം ചെയ്യും. കണ്ണാടം പൊത്തി ഇവര് ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ടാവും, നമ്മൾ ഒരു ഭാഗത്ത് ഓടി ആടി ഇടി എല്ലാം ഒളിച്ചിട്ട്. ചളി ഇത് സാധാരണ ഉള്ള സമയത്ത് ചളിയായിരിക്കും, നമ്മൾ ആ സമയത്ത് ഉണ്ടാവും. ഇടിയാണ് അമ്മയെല്ലാം പണിക്ക് വരും. നമ്മളെ വീട് ആ കരക്ക് കേട്ടാ കാണിക്കലുണ്ട് ആ കരക്ക്. അപ്പൊ ആടുന്നേ നമ്മള് അന്നേരം അമ്മ ഇങ്ങനെ ഇടുന്ന വൈറ്റ് അമ്മ ഇങ്ങനെ നോക്കി കൂടുതൽ കയറി വരുമ്പോണ്ടാവും അമ്മേന്റെ കൈശം ഒരു പുതുക്കി ഉണ്ടാവും. ഭയങ്കര ഒരു സംഭവം ഓരോന്ന് എന്തെങ്കിലും പീടിയേക്ക് പോയി ചിറക്കിട്ട് വരുക. നമ്മൾ അച്ഛനെ ആരെല്ലോ ചോദിക്കല്ലോ കേട്ടോ. നമുക്കൊരു പറയിച്ച അച്ഛന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പറയണം. അച്ഛന്റെ ഒരു ഫോട്ടോ ഒന്നും അന്നേരം എടുക്കാനുണ്ടായിരുന്നു. വെച്ചാൽ നമുക്ക് അന്നേരം ഒരു ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഇതൊന്നും ഇല്ല അന്നേരം. അന്നേരം കല്യാണത്തിന് തന്നെ വീഡിയോ അങ്ങനത്തെ ഒന്നും ഇല്ല. ഒരു ചെറിയൊരു ഫോട്ടോ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അച്ഛന് പിന്നെ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടേനു, അത് നമ്മളെ വീട് ഫോട്ടോ കാണിക്കണം. പക്ഷെ നമ്മുടെ ഏടിയും നമ്മളെ കല്യാണത്തിന്റെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ആൽബത്തിലെല്ലാം വെലിഞ്ഞ പോലെ ആയിന്. നമ്മള് എടുത്ത് നോക്കുകയൊന്നും ചെയ്യാതുകൊണ്ട്. പിന്നെ അതെല്ലാം മുഖമെല്ലാം വെലിഞ്ഞ പോലെ ആയതുകൊണ്ട് അച്ഛനെ ശരിക്കും തിരിയില്ല. എല്ലാം നമ്മള് സാധാരണ നമ്മളെ തന്നെ ആയാലും എല്ലാം മൂക്കെല്ലങ്ങ് പരന്ന പോലെയെല്ലാം ഉണ്ടാവും. അച്ഛനെ തിരിയില്ല. അച്ഛനെ നല്ല നമ്മളെ ആരും അന്നേരം തിരിയില്ല. ഇപ്പോഴത്തെ ഐഡന്റിറ്റി കാർഡ് നല്ല ക്ലാരിറ്റി ഫോട്ടോ എല്ലാം വീടെടുക്കുന്ന സമയത്തൊക്കെ അന്നേരം നമുക്ക് ഷെൽഫോ മറ്റേ അത് ഇതൊന്നും ഇല്ലല്ലോ. അന്നേരം ചെറിയൊരു കാർബോർഡിന്റെ പെട്ടിയിലാണ് നമ്മൾ തുണിയെല്ലാം ഇട്ടിട്ട് വെക്കല. അതെല്ലാം നമ്മളൊരു ഓർമ്മ ഫോട്ടോ മനസ്സിലിങ്ങനെ എപ്പോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതില്ല. നമ്മളെ അച്ഛൻ നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ട്. നമുക്ക് കാണിക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ എന്റെ ആൽബത്തിലെങ്ങായിട്ട് ഉണ്ടോന്ന് നോക്കണമെന്ന് പറയാൻ ഒരുപാടുണ്ട്. അച്ഛനൊരു അങ്ങനെ ഒരു മനുഷ്യനാണ്. കൃഷി ഇങ്ങനെ എന്താ പറയാ വൈകുന്നേരം പശു കൃഷി. പശുവിനെ കാള എടുപ്പിക്കാൻ പോകുമ്പോ എല്ലാം ഒരു കുത്തുന്ന പശു ഉണ്ടേനു. പണ്ട് കുറ്റാട്ട അമ്പലത്തിനടുക്കാണ് കാള ഓടിക്കാൻ പോകുന്നത്. അന്നേരം അച്ഛൻ പറയും മോളെ നീ വരൂ. ഞാനാണ് അച്ഛൻ്റെ പേര് പോക്ക് വിചാരിക്കാൻ കയ്യിലായിരുന്നു. അച്ഛന് നമ്മള് ലാസ്റ്റില് അച്ഛന് അസുഖിതായ സമയത്ത് ഞാൻ ഏകദേശം എനിക്കൊന്ന് ഒരു മാസം 1.5 മാസത്തോളം പരിഹാര ഹോസ്പിറ്റലിൽ അച്ഛനുണ്ടായി. 1.5 മാസം നമ്മൾ അന്നേരം ഞാനിങ്ങനെ നിന്ന് ലാസ്റ്റ് അച്ഛൻ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. വന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് ആദ്യം കൂടി പെട്ടെന്ന് കൂടിയിട്ട് പോയി. അന്നേരം പൈസ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയം. പെൻഷൻ വന്നിന് അച്ഛൻ. എന്നിട്ട് നമ്മൾ ഓട്ടോന് കൂട്ടിയിട്ട് പാവലൂർ മുട്ടക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് ഓട്ടോന്ന് വാങ്ങി. അച്ഛൻ ആ പൈസ ഈ കിടക്കേന്റെ തലേന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതെടുത്തിട്ട് എൻ്റെ ആഴ്ച എന്നിട്ട് പറഞ്ഞു എനിക്ക് കുറെ ചെലവില്ലല്ലേ, ഇതിനെ കൊണ്ട് ആവുമായിരിക്കുന്ന എൻ്റെ പൈസ ആണ്. ഞാൻ ആ പൈസ ഇല്ലേ എനിക്ക് എന്തെല്ലാം ആവശ്യം വന്നിട്ട് ഞാൻ ആ പൈസ എടുത്തില്ല. ലാസ്റ്റ് ഈ പൈസയെല്ലാം നിരോധിക്കുന്ന സമയത്ത് 500 രൂപ അത് ഞാൻ ആ പൈസനെ കൊണ്ട് നമുക്ക് അതിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയില്ല. നമുക്ക് അച്ഛൻ അത്രമേലായ ഒരു എന്താ പറയാ മനസ്സറിഞ്ഞിട്ട് എന്ന് തന്നിരില്ലാന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബാക്കിയില്ലേ ഇതില്ല. ഞാൻ ആ പൈസ എന്നിട്ട് ഇതാക്കിയിട്ട് അതൊരു ഒരുപാട് ഉണ്ട് കേട്ടോ. ഒരുപാട് ഓർമ്മകൾ നല്ല എന്താ പറയാ എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ രക്ഷകളെ ലാസ്റ്റ് അന്യം മോനെയും കാണുന്നു പറഞ്ഞു ഇവരോട്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയെല്ലാം ചിലപ്പോ നമുക്കിപ്പോ എങ്ങനെ ഇടാനും കൊടുക്കാനുള്ള ഇപ്പൊ ഈ ഒരു സാഹചര്യം ഇപ്പൊ ഇതൊന്നും കാണാൻ അച്ഛനെ പറ്റിയില്ല. അച്ഛനുള്ള സമയത്ത് അച്ഛനൊരു തോർത്ത് മാത്രം എടുക്കല്ലോ. നമുക്കും ട്രൗസർ കറി വെച്ചിട്ട് കൂട്ടേണ്ട അവസ്ഥ പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് എപ്പോ അങ്ങനെ ഒരു സാഹചര്യം. പക്ഷെ എന്തായാലും എടുത്തൊന്നും കാണുന്നുണ്ടാവും. നമുക്കൊന്നും നമ്മളെ കൊണ്ട് ആകുന്ന നമ്മളെ രക്ഷിതാക്കളല്ലേ. നമ്മളിപ്പോ ഒരു ഉള്ളേരെ നമുക്ക് എന്താ പറയാ നമ്മൾ മാക്സിമം അവരെ സ്നേഹിക്കുക. എങ്ങനെയല്ല നമുക്ക് എന്തെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാം ചെയ്യാം. ഞാൻ എൻ്റെ അച്ഛനോട് എനിക്ക് സാമ്പത്തിക ഒരു പൈസ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ
ഞാൻ നേരം സ്കോപ്പ് അടിക്കുന്നതിൽ അങ്ങനെയുള്ള സമയം ഞാൻ പണിക്ക് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒന്നും അച്ഛന് വേണ്ടിയിട്ട് എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛനെ. പക്ഷേ അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് നമ്മൾ ആ ഒരു 1-2-3 മാസം നമ്മളെ കൊണ്ട് നമുക്ക് എന്തെല്ലാം നമ്മളൊരു രക്ഷിതാവിന് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മളെ കൊണ്ട് അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. എനിക്ക് അതിൻ്റെ ബാക്കി ജീവിക്കാൻ എനിക്ക് അത് മതിയായിരുന്നു. കാരണം അത്രമേൽ നമ്മൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് അച്ഛന് എല്ലാ പരിചരണവും ശുശ്രൂഷയും നമ്മളെ കൊണ്ട് അതെല്ലാം നമ്മൾ കൊടുത്തു. അച്ഛൻ യാത്ര മടങ്ങുന്നതിന് മുമ്പ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കേട്ടോ നമ്മളെ അച്ഛനമ്മയെല്ലാം എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക അതെല്ലാം ചെയ്യുക. നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ കൈപിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടെന്ന് എന്താ പറയുക മൊത്തം അവർക്ക് നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ അവരെ ഒരിക്കലും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ ഒന്നും ചെയ്യരുത്. കാരണം കണ്ണു പോയാലേ കണ്ണിൻ്റെ വില അറിയും. നമ്മളവർ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുക നമ്മൾ സ്നേഹിക്കുക. ഓരോരോ ആൾക്കാരും അവരവരെ അച്ഛനും അമ്മേനെ സ്നേഹിച്ചാലല്ല ഈ ഭൂമി ഭയങ്കര സുന്ദരമായിരിക്കും. കാരണം എല്ലാവരും ഒരു രക്ഷിതാക്കളായിരിക്കുമല്ലോ. അപ്പോൾ അവരവരെ മക്കളെ അവരെ സ്നേഹിക്കുമ്പോൾ അത് എല്ലായിടത്തും ആ സ്നേഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോൾ ചേർത്ത് പിടിക്കോട്ടെ. ഞാൻ എന്തോ പറഞ്ഞു വന്നിട്ട് നമ്മളെവിടെ എത്തിപ്പോയി. നമ്മൾ അച്ഛനെ കുറിച്ച് നമുക്ക് ഒരു പറയാനുണ്ട്. അതാണ് അച്ഛന് നമ്മൾ സത്യത്തിൽ നമ്മൾ കുറേ ആൾ ചോദിക്കലുണ്ട് നമ്മളോട്. നമ്മൾ ഇപ്പിങ്ങനെല്ലായി നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ടും ഭയങ്കര ഇതായിട്ട് നടന്നു തുടങ്ങി. നമ്മുടെ സാഹചര്യം അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്കൊരിക്കലും അതേപോലെ ഇനി നമുക്കൊരിക്കലും നടക്കാനും കഴിയില്ല. നമുക്ക് അച്ഛന് ഓർമ്മ വരും. കാരണം ഒരു മര്യാദക്ക് ഒരു കറി വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എപ്പോൾ ഉപ്പിലിട്ട മാങ്ങയായിരിക്കും നമുക്ക് എപ്പം കൊടുക്കാനുണ്ടാവുക. നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മൾ എന്തോ പറഞ്ഞിട്ട് എഴുതി പോയി. നമ്മൾ പെട്ടെന്ന് ഓർമ്മയിലെത്തിപ്പോയി. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും നമ്മളെ അമ്മയെല്ലാം അത്രമാത്രം അതിന് ഒരു ത്യാഗം സഹിച്ചിട്ടാണ് പുള്ളി. നമ്മളതുകൊണ്ട് തന്നെയില്ലേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് പറയലുണ്ട്. അപ്പൊ നമ്മളതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ അമ്മേനെയല്ല നമ്മൾ നല്ലോണം സ്നേഹിക്കുക കേട്ടോ. അവര് നമുക്ക് ഇല്ലാണ്ടായാലും നമുക്ക് ഒരിക്കലും. അപ്പൊ നമ്മള് ചിലപ്പോ നമ്മള് ദൂരത്തല്ലേ ഇരിക്കും. നമ്മൾ ഫോൺ വിളിച്ചിട്ടോ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മളെ അവരെ അടുത്തോണ്ടേ ഇരിക്കുക. എന്ന് വെച്ചാൽ അത് മിസ്സാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരിതാണ്. അപ്പോൾ അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അങ്ങോട്ട് സംസാരിച്ച് പോകും. കുറേ പറയാണ്ട് ഒരു നമ്മൾ ഇരുന്നിട്ട് പറയാം. നമ്മൾ രക്ഷിതാക്കളാണ് അത്രമേൽ. നമ്മൾക്ക് നമ്മളെ വന്ന ചുറ്റുപാട് നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വളരാൻ അറിയില്ല. അതെല്ലാം കൊണ്ടാണ് നമുക്കൊന്നും മാറാൻ പറ്റാത്തത്. ചിലപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് നിങ്ങൾ പഴയ പോലെ നിൽക്കുന്നത്. നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മളെ സംസാര രീതി നമുക്ക് ഉള്ളോട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു പഴയ ഇടത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും എന്താ പറയുക ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവരാണ്. അവരെ പെരുമാറ്റവും അവർക്ക് അതാണ് അതിൻ്റെ ഒരു അങ്ങനെ ഒരു ജീവിതം അങ്ങനെ കേട്ടോ. നമ്മളതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും എവിടെയൊന്നും ദൂരത്തിൽ പോയിട്ടാലും നമുക്കൊന്നും അധികമായിട്ട് വലിയ ഇതായിട്ട് കളിക്കാനൊന്നും പറ്റാതെ. പിന്നെ എന്തായാലും നമുക്കൊരു ദിവസം നമ്മളിത് ഓർമ്മകളെല്ലാം പറയാം. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു തരുമ്പോൾ ആ സങ്കടം നമുക്ക് പറയാണ്ടൊന്ന് വന്നെയാണ്. ഒരിക്കലും നമ്മൾ ഇടവറ്റത് പറഞ്ഞു വിചാരിച്ചില്ല അല്ലെ. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു വന്നപ്പോ ഇതെല്ലാം കണ്ടോ എല്ലാം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. എന്നിട്ട് നമ്മളിപ്പോ ഏച്ചി ഈ കണ്ടത്തിന് ഈ വന്നിട്ട് ഇതാക്കുന്ന റാണിയേച്ചും അങ്ങനെയാണ്, അമ്മയും അങ്ങനെയാണ് കണ്ടത്തിൽ തന്നെ ഉള്ളത്. നമുക്കിപ്പോ കയ്യാണ്ടായ ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ വന്നതിന് ശേഷം അമ്മ കണ്ടത്തിൽ വരാത്തില്ല. അമ്മയും ഈ കണ്ടത്തിൽ വീണ് തീരും. പക്ഷെ അമ്മക്കാട് ഇറങ്ങി വരാൻ കഴിയാതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാത്തത്. അമ്മ വേറെ പോയാലും നമുക്ക് ഇടിയെത്തുമ്പോ ഒരു സമാധാനമുള്ളൂ. ഇടിയെത്തുമ്പോ ഇതുള്ളൂ. അതിപ്പോ ഇവളിങ്ങനെ ഈ കണ്ടം കൃഷിയെല്ലാം ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മളെ അച്ഛൻ നമ്മളെ പഴയ ഓർമ്മ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നു. നമുക്ക് നമ്മളൊരു ഓർമ്മയുള്ള ഒരു ദിവസം പറഞ്ഞു വന്ന നമ്മളെന്തെങ്കിലും ഐബിയോളജി ഈ വയലിൽ വരുമ്പോ അച്ഛനെ ഓർമ്മിക്കുക. ഫസ്റ്റ് അച്ഛനെ ഓർമ്മിച്ചാല് അച്ഛനാണ് രാവിലെ എണീച്ചപ്പാട് തുടങ്ങും എടുത്ത് കെട്ടി അല്ലെങ്കിൽ പായിക്കോട്ടും എടുത്ത് അപ്പാട് ഇറങ്ങുന്നത് കണ്ടത്തിലേക്കാണ്. അമ്മയായാലും രാവിലെ എണീച്ച് നാട്ടിൽ തുടങ്ങൽ വയലിലേക്കാണ്. അത് കണ്ട് വളർന്ന നമ്മളും ഇപ്പോൾ വയലിലേക്കാണ്.